ചില സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നതെല്ലാം സാധിച്ചെന്നിരിക്കും. എന്നാൽ വേറെ ചില സമയത്ത് ചെയ്യുന്നതൊന്നും സാധിക്കത്തില്ല. പല പ്രാവശ്യം പരിശ്രമിച്ചിട്ടും ഒരു മുന്നേറ്റം കൈവരിക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ മാനസികമായ പിരിമുറുക്കമുണ്ടാകും. പിന്നീട് വീട്ടിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ആരെന്തോ പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ദേഷ്യം, കോപം, എല്ലാവരോടും ഒരു വെറുപ്പ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും. ആത്മീക ജീവിതത്തിലും ഇതുപോലത്തെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. പ്രവാചകനായ ഹഗ്ഗായി തൻ്റെ പ്രവചനം എഴുതുന്ന കാലത്ത് ഇസ്രായേൽ ജനത്തിനൊരു ദുരവസ്ഥയുണ്ടായിരുന്നു. എന്ത് ചെയ്താലും നഷ്ടം. മുമ്പിലത്തെ പോലെയല്ല. അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ദൈവത്തോട് ഒരുപാട് ചട്ടങ്ങളും ഒരുപാട് കീർത്തനങ്ങളും ഒക്കെ പാടി. എന്നാൽ കാലങ്ങൾ ചെല്ലെ അവർ അവരുടെ ദേശത്ത് ഉറപ്പായപ്പോൾ അവർ ദൈവത്തിൻ്റെ നാമത്തെ അല്പാൽപമായി മറന്നു കളയാൻ തുടങ്ങി. അങ്ങനെ ആ മറവി അവരുടെ കൃഷിയെ ബാധിച്ചു, അവരുടെ കുടുംബജീവിതത്തെ ബാധിച്ചു, അവരുടെ കുഞ്ഞുങ്ങളെ ബാധിച്ചു, സാമൂഹ്യമായ ഇടപാടുകളെ എല്ലാം അത് ബാധിച്ചു. ആദ്യമൊന്നും മനസ്സിലായില്ല. അല്പാൽപമായി അവരെ വിഴുങ്ങുന്ന രീതിയിൽ ആ ക്ലേശങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടിൽ പ്രയാസത്തിലായി. അവരോട് സംസാരിക്കുന്നതിന് വേണ്ടി ദയവുള്ള ദൈവം സ്വർഗത്തിൽ നിന്ന് ഹഗ്ഗായിക്ക് ചില പ്രവചന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ നാവിൽ കൊടുത്തു. അതിൽ പ്രാധാന്യമേറിയ ഒരു ഭാഗമാണ് 2-ാം അധ്യായത്തിൻ്റെ ഹഗ്ഗായി പ്രവചനം, 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ഇന്ന് മുതൽ നിങ്ങൾ മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവേ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ പാടി പ്രയാസപ്പെട്ട് നിങ്ങൾ വിഷമിച്ച് കരഞ്ഞ് നിലവിളിച്ചും കൊണ്ട് നടന്നതെല്ലാം നിങ്ങളുടെ പഴയ നഷ്ടത്തെക്കുറിച്ചാണ്, പഴയ ദോഷങ്ങളെക്കുറിച്ചാണ്, പഴയ പോരായ്മകളെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ പാടി പരിതാപപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലം ഇല്ല. അതിനെ മറന്ന് നിങ്ങൾ മുൻപോട്ട് മാത്രം ദൃഷ്ടി വയ്ക്കുകയും, അങ്ങനെ ദൃഷ്ടി വയ്ക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുവാൻ പറഞ്ഞപ്പോൾ ഇന്നലെ വരെയും ഉള്ളതായ കാര്യങ്ങളെ നിങ്ങൾ മറക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുക. അതിനുശേഷം ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ശാപമില്ലാത്ത ദിവസങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ഉൾക്കാഴ്ച നമ്മളെ ഭരിക്കുമാറാകും. നന്മ മാത്രമേ വരികയുള്ളൂ, തിന്മ നിന്നെ തൊടുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നന്മയല്ലാതെ ഒന്നും നിന്നെ സന്ദർശിക്കുകയില്ല. നന്മയ്ക്ക് മാത്രമേ നിന്നോടൊപ്പം വസിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഇസ്രായേൽ ജനം പരിതാപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു നിരാശ അനുഭവമുണ്ടായിരുന്നു. അവർ എന്താണ് ചെയ്തതെന്നറിയാമോ? അവർ സ്വയം പറഞ്ഞു, കുടുംബത്തിൽ പറഞ്ഞു, നാട്ടിൽ പറഞ്ഞു, കൃഷിയിടങ്ങളിൽ പറഞ്ഞു, ഓ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൃഷി ചെയ്തിട്ട് എനിക്കൊന്നും ലഭിച്ചില്ല, ഒന്നും ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടതേ ഉള്ളൂ. അതുകൊണ്ട് ഈ അടുത്ത വർഷം ഞാൻ കൃഷി ചെയ്യുന്നില്ല. വിത്ത് കളപ്പുരയിൽ തന്നെ കൂട്ടിവെച്ചിരിക്കുകയാണ്. അനേക കൃഷികളുടെ നടുത്തലകൾ അത് മുറിച്ചു മാറ്റി നന്നായി നടുന്നതിന് പകരം അപ്പാടെ മറന്നു കളഞ്ഞിരിക്കുന്ന അനുഭവം. ദൈവാത്മാവ് ഹഗ്ഗായിൽ കൂടെ ചോദിക്കുകയാണ്, ഇന്ന് മുതൽ നിങ്ങൾ ദൃഷ്ടി മുൻപോട്ട് വയ്ക്കുവാൻ പറഞ്ഞപ്പോൾ അടുത്ത് ചോദിക്കുന്ന ചോദ്യം, വിത്തുകൾ ഇനിയും കളപ്പുരയിൽ തന്നെ ഇട്ടിരിക്കുകയാണോ? നമ്മുടെ വിത്തുകൾ കളപ്പുരയിൽ ഇട്ടും കൊണ്ട് മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുവാൻ പാടില്ല. അത് നമുക്ക് അനുഗ്രഹത്തെ കൊണ്ടുവരികയില്ല. മുൻപോട്ട് നോക്കുന്നതിന് അനുസരിച്ച് ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ടും കൊണ്ട് അനുഗ്രഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കളപ്പുരകളിൽ നിന്നുള്ളതായ വിത്തുകളെ
അനുഗ്രഹത്തിൻ്റെ വിത്തുകളാക്കി ഇന്നു മുതൽ നിന്നിൽ നിന്ന് അനുഗ്രഹം മാത്രമേ വരികയുള്ളൂ എന്നുള്ളതായ ആ വചനത്തിൻ്റെ നിർണയത്തോടു കൂടി നിന്റെ കൈകളുടെ പ്രയത്നങ്ങളെ നീ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ നീ അറിയാത്ത ചില നന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനിടയായിത്തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് ഒരു മഹത്തായ സുവിശേഷം പറയുന്നുണ്ട്. പിൻപിലുള്ളതിനെ ഞാൻ മറക്കുക. കാരണം എനിക്ക് ഓർക്കാൻ സമയമില്ല. ഞാൻ പിൻപിലുള്ളതിനെ ഓർത്താൽ അതിനെക്കൊണ്ട് തന്നെ പാട്ട് പാടിക്കൊണ്ടിരിക്കണം. പഴയ കാര്യങ്ങളെക്കുറിച്ച് പരിതപിച്ചും കൊണ്ടിരിക്കണം. പഴയ കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടും കൊണ്ടിരിക്കണം. എൻ്റെ ജീവിതത്തിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഇപ്പോൾ എനിക്ക് അവസരമില്ലാത്തതിനാൽ ഞാൻ അതിനെ മുഴുവനായി മറന്നു കളയുന്നു. അതെൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തെ അലോസരപ്പെടുത്താതിരിക്കേണ്ടതിന് പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു മറവി, പ്രൈസ് ദി ലോർഡ്, പഴയ കാലങ്ങളിൽ നിനക്ക് വന്നതായ പോരായ്മകൾ, വീഴ്ചകൾ, താഴ്ചകൾ, നിനക്ക് എത്തിപ്പെടാൻ കഴിയാതിരുന്നതായ ചില ബലഹീനതകൾ, അവിടുത്തെ എല്ലാം മറന്നിട്ട് മുൻപോട്ടുള്ള ഒരു ദർശനം. എങ്ങോട്ടാണ് ദർശനം വയ്ക്കുന്നത്? നിനക്ക് മുമ്പേ നിനക്ക് മാതൃകയായി കടന്നുപോയിട്ടുള്ള കർത്താവിനെ നിന്റെ മുൻപിൽ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവനെ തന്നെ ശ്രദ്ധിച്ച് നോക്കുന്ന ഒരു ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതാണ് നമ്മെ ജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. അത് ജയത്തിൻ്റെ ഭാഷ സംസാരിക്കും. അത് ജയത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ടുവരും. അത് ജയത്തിൻ്റെ പകർച്ചകൾ നമ്മളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തും. ദൈവത്തെ കൂടാതെ നമ്മൾ പോയപ്പോൾ നമുക്കൊരുപാട് തകർച്ചകളുണ്ടായി, വീഴ്ചകളുണ്ടായി. ഇസ്രായേൽ ജനത്തെ പോലെ പ്രവാസത്തിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ധാരാളം പ്രോമിസുകൾ ദൈവത്തോട് ഏറ്റുപാടി. അനേക പ്രമാണങ്ങൾ നമ്മൾ ഒത്തുകൊള്ളാം, എടുത്തുകൊള്ളാം, ചെയ്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിൽക്കാലത്ത് കടന്നു വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരകൽച്ച, നന്മ കണ്ടപ്പോൾ നമ്മൾ അല്പം പുറമോട്ട് മാറി. ആ പുറമോട്ട് മാറ്റം ദിവസം തോറും പുറമോട്ട് പോകുവാനുള്ളതായ ഒരു ഉത്തേജനം നമുക്ക് തന്നു. ചെന്ന് 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 പലപ്പോഴും പടുകുഴിയിൽ വീഴുവാനിടയായി. എന്നാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് പോരാ, നീ വീണുപോയ സ്ഥലങ്ങളിൽ നിന്ന് നിനക്കൊരു ഉണർച്ചയുണ്ടാകും. നിന്നെ അവിടെ വിട്ടുകളയുവാൻ ദൈവത്തിന് മനസ്സില്ല. പ്രവാചകനിൽ കൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പഴയ കാലത്ത് ധാരാളം സങ്കടങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. അനേക കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നിന്റെ ഭവനത്തിൽ അത് നിന്നെ വേട്ടയാടി. അനേക പ്രശ്നങ്ങളും അകൽച്ചകളും പോരായ്മകളും നിന്റെ മുമ്പിൽ നിഴലാട്ടം നടത്തി നൃത്തം ചെയ്തു. ഇനിയും അതിനെ ജയിക്കുവാൻ നിന്റെ മുൻപിലുള്ളതായ ഒരു പോംവഴി, പഴയതിനെ എല്ലാം മറന്ന് മുന്നിൽ കർത്താവിനെ നോക്കിക്കൊണ്ടുള്ളതായ ഒരു ജീവിതം. ആ ജീവിതം യേശുവിന് ദൃഷ്ടി വെച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ജയത്തെ കൊണ്ടുവന്ന് ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം അത് നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ ഭവനത്തിനും നിന്റെ കുടുംബത്തിനും അത് സമ്മാനിക്കുന്നതിനിടയായിത്തീരും. ഇങ്ങനെ കടന്നു പോകുവാനുള്ളതായ ഒരു കൃപ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം പണം വാങ്ങിച്ചിട്ട് തരുന്ന ദാനമല്ല, സൗജന്യമായി സ്വർഗം നിനക്ക് വേണ്ടി മനസ്സരിഞ്ഞ് തരുന്ന സധൈര്യം. ആ സധൈര്യത്തെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനോബലം നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, പ്രാപിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മെ ജയകരമായ ഒരു അനുഭവത്തിലേക്ക് വഴി നടത്തും. നമുക്ക് വന്നുപോയിട്ടുള്ളതായ വീഴ്ചകളിലും താഴ്ചകളിൽ നിന്നും ഒരു ഉണർച്ച, അതിനെക്കുറിച്ചുള്ളതായ ഒരു ബോധം നമ്മളിൽ ഉണ്ടായിട്ട് അതിനെ ഒഴിഞ്ഞു മാറി പുതിയ ബന്ധാവിൽ കൂടെ യാത്ര ചെയ്യുവാനുള്ളതായ ഒരു കൃപ ദൈവം ഈ പ്രഭാതത്തിൽ ഈ തിരുവചനത്തിൽ കൂടെ നൽകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇന്നു മുതൽ നിങ്ങൾ മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുക. അതിനുശേഷം ആ വചനം തന്നെ നമ്മോട് പറയുകയാണ്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ യോഗ്യതയുള്ള ജീവിതങ്ങളായി ദൈവം നിങ്ങളെ മാറ്റുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.